നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറെ ശ്രദ്ധ ലഭിച്ച മത്സരാർത്ഥിയായിരുന്നു ജാൻമണി. എന്നാൽ അപ്രതീക്ഷിതമായി ജാൻമണി ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ജാൻമണിക്ക് ഏറെ പിന്തുണ ലഭിച്ചിരുന്നെങ്കിലും നോറയുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിന് പിന്നാലെ ഹേറ്റേഴ്സ് ഉണ്ടാവാൻ തുടങ്ങി. നോറയ്ക്കെതിരെ പറഞ്ഞ ശാപവാക്കുകളാണ് ജാനിന് തിരിച്ചടിയായത്. ശബ്ദമില്ലാതായി പോവട്ടെ, കരിയർ നശിപ്പിക്കുമെന്നൊക്കെയാണ് ജാൻമണി പറഞ്ഞത്. ഇതിന് പിന്നാലെ തന്നെ ജാൻമണി പുറത്തു പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ തന്നെ ശപിച്ചത് നോറയല്ല എന്ന് പറയുകയാണ് ജാൻമണി. രഞ്ജിനി ഹരിദാസിന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. നോറയല്ല, അർജുനെയാണ് താൻ ശപിച്ചതെന്ന് പറയുകയാണ് ജാൻമണി. അവിടെ നോറയുമായുള്ള പ്രശ്നം നടക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രശ്നവും നടക്കുന്നുണ്ടായിരുന്നു. അർജുൻ ഫേക്ക് പേഴ്സൺ ആണെന്ന് ജാൻമണി പറയുന്നു. അന്ന് ഞാൻ ശപിച്ചത് അർജുനെയാണ്. നേരത്തെ അർജുനെ എനിക്കറിയാം. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അർജുനുമായി ഇഷ്ടത്തിലാണോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അല്ല, അർജുൻ തൻ്റെ ബോയ് ഫ്രണ്ട് അല്ലെന്നും ജാൻമണി പറയുന്നു. പല നല്ല കാര്യങ്ങളും ഹൗസിൽ നടന്നിട്ടുണ്ടെന്നും പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ലെന്നും സത്യത്തിൽ കമ്മ്യൂണിറ്റിക്കെതിരാണെന്ന് പറഞ്ഞ അഭിഷേക് ശ്രീകുമാർ ശരിക്കും സ്വീറ്റാണെന്നും ജാൻമണി പറയുന്നു. ഋഷി, അൻസിബ, അഭിഷേക്, ജിൻഡോ തുടങ്ങിയവരൊക്കെയാണ് ജാൻമണിക്ക് ഹൗസിനകത്ത് ഇഷ്ടമുള്ളവർ. പക്ഷെ നോറയോട് വെറുപ്പാണ്. അർജുനും അപ്സരയും ഡിപ്ലോമാറ്റിക് ആണെന്നാണ് ജാൻമണിയുടെ അഭിപ്രായം. ശരണ്യയ്ക്ക് പക്വതയുണ്ടെന്നും സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ശ്രീലേഖ മനസ്സിലാക്കിയാണ് കളിക്കുന്നതെന്നും ജാൻമണി പറയുന്നു. അതേസമയം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ കുറിച്ച് ജാൻമണിക്ക് നല്ല അഭിപ്രായമാണ്. പുറമെ പൊട്ടിത്തെറിക്കുമെങ്കിലും ജാസ്മിൻ സീറ്റാണെന്ന് ജാൻ പറഞ്ഞു. ശ്രീതു നല്ല കുട്ടിയാണെന്നും ജാൻ പറയുന്നു. ബീബി വീട്ടിൽ നിന്നും പുറത്തായ വിഷമം പറയുന്നുണ്ട് ജാൻ. ഇനിയൊരു അവസരം ലഭിച്ചാൽ തനിക്ക് ബിഗ് ബോസിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നും ജാൻ പറയുന്നു. പുറത്തായതിൽ വിഷമമുണ്ടെന്നും ശപിച്ചതൊക്കെ തെറ്റാണെന്നും ജാൻ പറയുന്നു. ശപിച്ചതൊക്കെ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോകുന്നതാണെന്നും അവർക്കാർക്കും ഒന്നും സംഭവിക്കാൻ വേണ്ടിയല്ലെന്നും ജാൻ പറയുന്നു. എന്നാൽ അർജുനെ ശപിച്ചതിൻ്റെ പേരിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും ജാൻ പറയുന്നുണ്ട്.